സോഷ്യൽ മീഡിയ അഡിക്റ്റീവ് ആണെന്ന വാദത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നില്ല. കാരണം ബേസിക്കലി 2 കാര്യങ്ങൾ മാത്രമാണ് ഏതൊരു പ്ലാറ്റ്ഫോമിൻ്റെ അൽഗോരിതത്തിനും ചെയ്യാൻ സാധിക്കുന്നത്. 1. നമുക്ക് നോട്ടിഫിക്കേഷൻസ് തരിക. 2. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണിക്കുക. സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസ് ഉപയോഗശൂന്യമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇന്ന് പലരും ഇത് ഓഫ് ചെയ്താണ് വെക്കാറ്. ബട്ട് ബൈ ഡിഫോൾട്ട് നോട്ടിഫിക്കേഷൻസ് ഓൺ ആയതുകൊണ്ടും സ്മാർട്ട് ഫോൺ സെറ്റിംഗ്സിനെ കുറിച്ച് അധികം ധാരണയില്ലാത്തതുകൊണ്ടും നമ്മളിൽ പലർക്കും ഇത് വന്നുകൊണ്ടേയിരിക്കും. സോ നോട്ടിഫിക്കേഷൻസ് വരണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അല്ലെങ്കിൽ കോണ്ടന്റ് റെക്കമെൻഡ് ചെയ്യണമെങ്കിലും പ്ലാറ്റ്ഫോമിന് ആദ്യം വേണ്ടത് ഒരു ക്രിയേറ്ററിനെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യൂട്യൂബർ ആവാൻ ശ്രമിച്ചവരുണ്ടെങ്കിൽ അവർക്കറിയാം നത്തിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ടൈറ്റിൽ ആൻഡ് തംബ്നെയിൽ. ബിക്കോസ് ആൾക്കാർ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അവർ വീഡിയോ കാണുകയുള്ളൂ. ആൻഡ് മറ്റുള്ള ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ ഉപേക്ഷിച്ച് അവരൊരു വീഡിയോ കാണണമെങ്കിൽ ദർ മസ്റ്റ് ബി സംതിങ് മോർ അട്രാക്റ്റീവ്. ലെറ്റ്സ് സേ ഒരു വ്യക്തി ഒരു തംബ്നെയിൽ ക്ലിക്ക് ചെയ്യുവാണെന്ന്, ദാറ്റ് മീൻസ് അയാൾ ആ വീഡിയോ കാണും അല്ലേ? നോട്ട് എക്സാക്ട്ലി. വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങിയാലും ജനങ്ങൾക്ക് മറ്റ് വീഡിയോസിൻ്റെ തംബ്നെയിൽ ആൻഡ് ടൈറ്റിൽ കാണാൻ സാധിക്കും. ആൻഡ് ബൈ ചാൻസ് ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോക്ക് ഇവരെ ആകർഷിക്കാൻ സാധിച്ചാൽ ഇത് ഇവർ ആദ്യം ക്ലിക്ക് ചെയ്ത വീഡിയോയുടെ വളർച്ചയെ ബാധിക്കും. അതായത് ആ യൂട്യൂബറിൻ്റെ വരുമാനത്തെ എഫക്റ്റ് ചെയ്യും. ഇത് ഒഴിവാക്കണമെങ്കിൽ ആ വീഡിയോക്ക് വ്യൂവേഴ്സിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കണം. സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ ആദ്യത്തെ 40 സെക്കൻഡ് വരെ ഒരാളെ ആ വീഡിയോയിൽ മുഴുകി നിർത്താൻ സാധിച്ചാൽ പിന്നെ അവർ ഫുൾ സ്ക്രീൻ മോഡിലേക്ക് പോയി ആ വീഡിയോ അവസാനം വരെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് വീഡിയോയുടെ മുമ്പിലും ഇടയിലുമായിട്ട് വരുന്ന പരസ്യങ്ങൾ കണ്ടാൽ മാത്രമേ പ്ലാറ്റ്ഫോമിനും യൂട്യൂബേഴ്സിനും ആഡ് റവന്യൂ കിട്ടൂ. അതുകൊണ്ടാണ് പറയുന്നത് അറ്റൻഷൻ ഈസ് കറൻസി. സോ ക്രിയേറ്റേഴ്സ് അവരുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് നമ്മളെ അവരുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ പ്രേരിപ്പിക്കും. ഫോർ എക്സാമ്പിൾ, വീഡിയോയുടെ തുടക്കത്തിൽ കോൺട്രവേഴ്ഷ്യലായ കാര്യങ്ങൾ സംസാരിക്കുക. വീഡിയോയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗങ്ങൾ ഒരു മിനി ട്രെയിലർ പോലെ ആദ്യം തന്നെ കാണിക്കുക. അട്രാക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആൻഡ് സൗണ്ട് എഫക്ട്സ്, ഫാസ്റ്റ് പേസ്ഡ് എഡിറ്റിംഗ് എക്സെട്ര. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമ്മളെ ആ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ നേരം നിർത്തണം. അതായത് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു വീഡിയോ കണ്ടവരെ അവരുടെ മറ്റുള്ള വീഡിയോസ് കാണാൻ മോട്ടിവേറ്റ് ചെയ്യണം. Therefore, ultimately, നമ്മളെ എഡിക്റ്റ് ആക്കുന്നതിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനുള്ള അതേ പങ്ക് ഒരുപക്ഷെ കൂടുതൽ അവിടുത്തെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനുണ്ട്.